നമസ്കാരം എല്ലാവർക്കും. സഹാരി റൈസ് പ്ലസിൻ്റെ ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഭയ് എന്നാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല, സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ. പൊതുവേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ ആണോ? നമുക്ക് തുടങ്ങാം. സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ എന്താ? ടെമ്പറേച്ചർ എന്താ? ഊഷ്മാവെന്നൊക്കെ നമ്മൾ പറയല്ലേ, നമ്മളിപ്പം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു നേഴ്സ് കൊണ്ടുവന്ന് നമ്മൾ കഷത്തിലൊക്കെ വെച്ച് നോക്കത്തില്ലേ, നമ്മളെ ടെമ്പറേച്ചർ അളക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സ്കെയിലുണ്ട്. അപ്പോൾ എല്ലാം അളക്കുന്ന എന്തിനായാലും അതിനൊരു സ്കെയിലുണ്ട്. അപ്പം ടെമ്പറേച്ചർ അളക്കാൻ പൊതുവേ അംഗീകരിച്ചിട്ടുള്ള 3 സ്കെയിലുകളുണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 സ്കെയിലുകളുണ്ട്. ആ 3 സ്കെയിലുകളെ പറ്റിയും അതിൻ്റെ കൺവേർഷനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. 3 സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്. പൊതുവേ നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ പറയുന്ന ഡിഗ്രി സെൽഷ്യസിലാണല്ലേ. അടുത്ത നമ്മളെ ബോഡി ടെമ്പറേച്ചറും മറ്റുമൊക്കെ നമ്മൾ എന്തിലാണ് പറയുന്നത്? ഫാരൻഹീറ്റിലാണ് പറയുന്നത് അല്ലേ. മൂന്നാമതായിട്ടുള്ള കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ ബേസിക് ആയിട്ടുള്ള സ്കെയില് കെൽവിൻ സ്കെയിലാണ്. അത് നമ്മൾ പൊതുവെ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സയൻറ്റിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളിലാണ് അല്ലേ. നമ്മളിപ്പം കെമിസ്ട്രിയിലും ഫിസിക്സിലും മറ്റ് ബയോളജിയിലും മുതലായ സ്ഥലങ്ങളിൽ നമുക്ക് എക്സ്പെരിമെൻറ്റും മറ്റുമൊക്കെ നടത്താനാണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത്? കെൽവിൻ സ്കെയിൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ പൊതുവേ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നത്? നമ്മൾ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ, ഒന്നാമത്തേത് നമുക്ക് പഠിക്കാൻ പോവുകയാണ് സെൽഷ്യസ് ഓർ സെൻറ്റിഗ്രേഡ് സ്കെയിൽ. സെൽഷ്യസ് ഓർ സെൻറ്റിഗ്രേഡ് സ്കെയിൽ നമ്മൾ എന്തിലിട്ട് എഴുതും? ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ സി. അപ്പം അതാണ് ഡിഗ്രി സെൽഷ്യസ് അഥവാ സെൻറ്റിഗ്രേഡ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. അത് ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? ആൻഡ്രസ് സെൽഷ്യസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്? സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ സ്കെയിൽ കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയ സ്കെയിലാണ് സെൽഷ്യസ് സ്കെയിൽ. ഓക്കെ ആണോ? അത് ഇൻവെൻറ്റ് ചെയ്ത ആരാണ്? ആൻഡ്രസ് സെൽഷ്യസ്. അടുത്തത് ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ബേസിക് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊരു തെർമോമീറ്റർ ആണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഇതൊരു തെർമോമീറ്റർ ആണെന്ന് സങ്കല്പിക്കുക. ഇത് നമ്മളെ കക്ഷത്ത് കൊണ്ടുവയ്ക്കും അല്ലെങ്കിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് മെർക്കുറി ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിക്വിഡ് ആയിരിക്കും. ഈ ലിക്വിഡ് എന്ത് ചെയ്യും? മേളിലോട്ടും താഴോട്ടും ഒക്കെ പോകും അല്ലേ. അതിന് ഏറ്റവും മേളിലത്തെ പോയിന്റിന് നമ്മൾ അപ്പർ ഫിക്സ് പോയിന്റ് എന്ന് വിളിക്കും. ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ അല്ല അതിൻ്റെ അർത്ഥം. ഒരു ഫിക്സഡ് ആയിട്ട് ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. ആ പോയിന്റിനെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് വിളിക്കും. ഓക്കെ ആണോ? മേളിലത്തെ പോയിന്റിനെ നമ്മൾ അപ്പർ ഫിക്സ് പോയിന്റിനെ എന്തെന്ന് വിളിക്കും? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് വിളിക്കും. അത് എത്രയാണ്? ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണത്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടർ ചൂടാവുക, അത് വെള്ളം തിളയ്ക്കാൻ എടുക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആണോ? വെള്ളം തിളയ്ക്കാൻ എടുക്കുന്ന ടെമ്പറേച്ചറാണ് അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ്. അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ ആണ്? ഈ 2 പേരുകളും മനസ്സിലുണ്ടായിരിക്കണം. അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ്. അപ്പർ ഫിക്സ് പോയിന്റിനെ തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചിരുന്നതാണ്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? വെള്ളം ബോയിലാവുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അപ്പർ ലിമിറ്റ് ഉണ്ടെങ്കിൽ താഴെയും എന്ത് തന്നെയാണ്? ലോവർ ഫിക്സ് പോയിന്റ് കാണും. ഫ്രീസിംഗ് പോയിന്റും കാണും. വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. അതായത് ഇവിടെ നിന്ന് തുടങ്ങും, 0-ൽ നിന്ന് തുടങ്ങി മേളിലേക്ക് വന്ന് 100 വരെയാണ് ആ സ്കെയിൽ വരുന്നത്. ഓക്കെ ആണോ? മേളിലത്തത് ടോപ്പ് അപ്പർ ഫിക്സ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ലോവർ എത്രയാണ്? 0 ആണ്. ലോവറിന് മറ്റൊരു പേരുണ്ട്, ഫ്രീസിംഗ് പോയിന്റ്. അപ്പറിന് മറ്റൊരു പേരുണ്ട്, ബോയിലിംഗ് പോയിന്റ്. ഓക്കെ ആണോ? മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആബ്സല്യൂട്ട് സീറോ. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ആബ്സല്യൂട്ട് സീറോ. എന്താണത്? വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾസ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ അതായത് നമ്മളിപ്പോൾ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ കാര്യമാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നത്. നമുക്ക് വെള്ളം തന്നെ എടുക്കാം. വെള്ളത്തിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ. ആ പാർട്ടിക്കിൾസ് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. അത് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ചലിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി 0. അത് നിശ്ചലമാവുകയാണ്, പിന്നെ ചലിക്കുന്നില്ല. ഓക്കെ ആണോ? അത് കോൺസ്റ്റൻ്റ് ആയി, അത് എവിടെയാണോ അവിടെ അങ്ങ് ഫിക്സ് ആയിപ്പോയി. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ വിളിക്കുന്നത്? ആബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുന്നത്. നമ്മൾ വിളിക്കുന്നത്? ആബ്സല്യൂട്ട് സീറോ. അതായത് ഒരു ടെമ്പറേച്ചർ അറ്റ് വിച്ച് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾസ് ഈസ് 0.
അതായത് ആ വസ്തുവിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി 0 ആവുന്ന ടെമ്പറേച്ചറാണ് ആബ്സല്യൂട്ട് സീറോ. ഓക്കെ ആണോ? ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ അല്ലെങ്കിൽ നമ്മൾ സെൽഷ്യസ് സ്കെയിലിൽ ആബ്സല്യൂട്ട് സീറോ എത്രയാണ്? -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? -273 ഡിഗ്രി സെൽഷ്യസ്. അതെങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സെപ്പറേറ്റ് ഒരു സ്കെയിൽ 3 സ്കെയിൽ വരച്ച് നമ്മൾ പഠിക്കും. ആ സമയത്ത് ഞാൻ പറഞ്ഞു തരാം. ബേസിക്കായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇത് അറിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ 3 എണ്ണം വരച്ച് പഠിക്കും. ഓക്കെ ആണോ? ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കെയിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഡിവിഷൻസുകളാണ് ഇല്ലണം. നമ്മൾ ഇപ്പം എന്താ നമ്മൾ ജോമെട്രി ബോക്സിലും മറ്റുമൊക്കെയുള്ള ബോക്സുകളിൽ 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിൽ ഉണ്ടാവും അല്ലേ? മെഷർ ചെയ്യുന്ന 15 സെൻറ്റിമീറ്റർ വരെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലുണ്ടാവും. ആ സ്കെയിലിൽ എത്ര ഡിവിഷനാണ് ഉള്ളത്? ഓരോ സെൻറ്റിമീറ്ററിനിടയിലും 10 ഡിവിഷൻ വരും അല്ലേ? അങ്ങനെ 15 സെൻറ്റിമീറ്റർ ഉണ്ട്. അങ്ങനെ 150 ഡിവിഷൻ വരുമല്ലേ അവിടെ. അപ്പം പക്ഷേ എന്താ നമ്മുടെ കയ്യിലുള്ള തെർമോമീറ്ററിൽ എത്ര ഡിവിഷനാണ് വരുന്നത്? ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 100 ഡിവിഷൻ വരും. എത്ര വരും? 100 ഡിവിഷൻ വരും. അത് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? ആ നോക്കിക്കേടാ. എങ്ങനെയാണ് അളക്കുന്നത്? ടോട്ടൽ ഡിവിഷൻസ് ഇസ് ഈക്വൽ ടു ഡിവിഷൻ ബിറ്റ്വീൻ അപ്പർ ഫിക്സ് പോയിന്റ് ആൻഡ് ലോവർ ഫിക്സ് പോയിന്റ്. വേറൊന്നുമില്ല, നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മളെ തെർമോമീറ്റർ എന്ന് പറഞ്ഞു. ഇതിൽ മേളിൽ ഒരു പോയിന്റും ഉണ്ട്, താഴെ ഒരു പോയിന്റും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനിടയിൽ എത്ര എണ്ണമുണ്ട്? ഈ അപ്പർ പോയിന്റും ലോവർ പോയിന്റിനും ഇടയിലുള്ള ഡിവിഷനുകളുടെ എണ്ണമാണ് ടോട്ടൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അത് എത്ര എണ്ണമാണുള്ളത്? സെൽഷ്യസ് സ്കെയിലിൽ 100 ഡിവിഷനുകളാണുള്ളത്. എത്രയാണുള്ളത്? 100 ഡിവിഷനാണ്. കാരണം എന്താ? ലോവർ പോയിന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ആണല്ലേ. അപ്പർ ഫിക്സ് പോയിന്റ് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 മുതൽ 100 വരെ എത്ര ഡിവിഷൻ വരും? 100 ഡിവിഷൻ വരും. ഓക്കെ ആണോ? അപ്പോൾ ടോട്ടൽ ഡിവിഷൻസ് ഇൻ സെൽഷ്യസ് സ്കെയിൽ എത്രയാണ്? 100 ആണ്. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആരാ കണ്ടുപിടിച്ചത്? ആരാണ്? ആൻഡ്രൂ സെൽഷ്യസ് ആണ്. അപ്പർ ഫിക്സ് പോയിന്റിന് മറ്റൊരു പേരെന്താണ്? ബോയിലിംഗ് പോയിന്റ് ആണ്. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ അത് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ലോവർ ഫിക്സ് പോയിന്റിന് മറ്റൊരു പേരുണ്ട്. എന്താ അത്? ഫ്രീസിംഗ് പോയിന്റ് എന്നാണ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എന്താ? വാട്ടർ ആണല്ലേ. അതെത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആബ്സല്യൂട്ട് സീറോ എന്ന് വെച്ചാൽ എന്താ? അതിനകത്തുള്ള എന്ത് വസ്തുവിൻ്റെ ടെമ്പറേച്ചർ ആണോ നമ്മൾ അളക്കുന്നത്, അതിനകത്തുള്ള വസ്തുക്കളുടെ അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി 0 ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുന്നത്. സെൽഷ്യസ് സ്കെയിലിൽ ആബ്സല്യൂട്ട് സീറോ എത്രയാണ്? -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണോ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ടോട്ടൽ ഡിവിഷൻ എങ്ങനെയാണ്? അപ്പർ ഫിക്സ് പോയിന്റും ലോവർ ഫിക്സ് പോയിന്റിനും ഇടയ്ക്കുള്ള ഡിവിഷനുകളുടെ എണ്ണമാണ് ടോട്ടൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. സെൽഷ്യസ് സ്കെയിലിൽ എത്ര ഡിവിഷൻ ഉണ്ട്? 100 ഡിവിഷൻ ഉണ്ട്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ആദ്യത്തത് സെൽഷ്യസ് സ്കെയിൽ പഠിച്ചു. അടുത്തതെന്തായിരിക്കും? അതെ, ഫാരൻഹീറ്റ് ആണ് അല്ലേ. എന്തോന്നാണ്? ഫാരൻഹീറ്റ് ആണ്. ചിഹ്നം എന്താ? എന്ത് വെച്ചാ കാണിക്കുന്നത്? എഫ് വെച്ച്. ഡിഗ്രി സെൽഷ്യസിന് C ആണെങ്കിൽ ഫാരൻഹീറ്റിന് F, കെൽവിന് ക്യാപിറ്റൽ ലെറ്റർ K. ഓക്കെ ആണോ? അത് കണ്ടുപിടിച്ചത് ആരാടാ? നിങ്ങൾക്കറിയാമോ? ഡാനിയൽ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന ആരാണ്ടാ? ഡാനിയൽ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. ഓക്കെ ആണോ? ഡാനിയൽ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന അദ്ദേഹം കണ്ടുപിടിച്ച സ്കെയിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കൊടുത്ത പേരാണ് ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന്. ഓക്കെ ആണോ? ഡാനിയൽ ഫാരൻഹീറ്റ് ആണ് എന്ത് ഇൻവെൻറ്റ് ചെയ്തത്? ഫാരൻഹീറ്റ് സ്കെയിൽ ഇൻവെൻറ്റ് ചെയ്തത്. ഓക്കെ ആണോ? അടുത്ത നമ്മളെന്താ നേരത്തെ നമ്മൾ പഠിച്ചല്ലേ? അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ്. എന്താ? ഫാരൻഹീറ്റ് സ്കെയിലിൽ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ്. സെൽഷ്യസ് സ്കെയിലിൽ എത്രയായിരുന്നടാ? സെൽഷ്യസ് സ്കെയിലിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണോ? 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കുമെന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ 212 ഡിഗ്രി ഫാരൻഹീറ്റിലും വെള്ളം എന്ത് ചെയ്യും? തിളയ്ക്കും. ഓക്കെ ആണോ? അപ്പർ ഫിക്സ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എന്താ? അപ്പർ പറഞ്ഞു. അടുത്തെന്താ? ലോവർ ആണല്ലേ. ലോവർ മറ്റൊരു പേരെന്താ? ഫ്രീസിംഗ് പോയിന്റ് എന്നാണ്. വെള്ളം ഫ്രീസ് ആവുന്നത്. ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ എത്രയാണ് പറഞ്ഞത്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞത്. ഇവിടെ എത്രയാണ്? ഫ്രീസിംഗ് പോയിന്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ ആണോ? എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് 212 to 112 ഡിഗ്രി ഫാരൻഹീറ്റും ഫ്രീസിംഗ് പോയിന്റ് അഥവാ ലോവർ ഫിക്സ് പോയിന്റ് എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. അടുത്ത നമ്മൾ എന്താ പഠിച്ചത്? അപ്പർ ഫിക്സ് പോയിന്റും ലോവർ ഫിക്സ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ആബ്സല്യൂട്ട് സീറോ പഠിച്ചല്ലേ? ആബ്സല്യൂട്ട് സീറോ. ഇവിടെ ആബ്സല്യൂട്ട് സീറോ എത്രയാണ്ടാ? -459.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. -459.6
ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഇവിടുത്തെ ആബ്സലൂട്ട് സീറോ. അതിന് പകരം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് -460 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പഠിച്ചാലും മതി. ഓക്കെ ആണോ? നിങ്ങൾക്കിത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ -460 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പഠിച്ചാലും മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എവിടുത്തെ സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത്? ഏത് സ്കെയിലാ? ഫാരൻഹീറ്റ് സ്കെയിലാണ് പറഞ്ഞതല്ലേ. അപ്പം നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ ആബ്സലൂട്ട് സീറോ എത്രയാണെന്നാണ് പറഞ്ഞത്? എത്രയാടാ പറഞ്ഞത്? 273. എന്ത് 273? -273 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ എന്ത് ചെയ്തതാ? നമ്മൾ എന്ത് ചെയ്തത്? ഡിഗ്രി സെൽഷ്യസിലെ ആബ്സലൂട്ട് സീറോ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആബ്സലൂട്ട് സീറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ടോട്ടൽ ഡിവിഷൻ പഠിച്ചല്ലേ ഒരു സ്കെയിലിലെ ടോട്ടൽ ഡിവിഷൻ. എന്താ ടോട്ടൽ ഡിവിഷൻ? അപ്പർ ഫിക്സ് പോയിന്റും ലോവർ ഫിക്സ് പോയിന്റും ഇടയിലുള്ള ഡിവിഷനുകളുടെ എണ്ണമാണ് ടോട്ടൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ എത്ര ഡിവിഷൻ ഉണ്ടാ? എത്ര എണ്ണമുണ്ട്? 180 ഡിവിഷൻ ഉണ്ട്. എത്ര എണ്ണമുണ്ട്? 180 ഡിവിഷൻസ് ഉണ്ട്. നേരത്തെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ എത്ര എണ്ണമായിരുന്നടാ ഉണ്ടായിരുന്നത്? 100 ഡിവിഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ എത്ര എണ്ണം ഉണ്ടാ? 180 ഡിവിഷൻസ് ഉണ്ട്. 180 ഡിവിഷൻ ഉണ്ട്. എന്തിലാണ്? ഫാരൻഹീറ്റ് സ്കെയിലിൽ. ഓക്കെ ആണോ? അപ്പോൾ എന്താ ഫാരൻഹീറ്റ് സ്കെയിലിൽ ആരാ കണ്ടുപിടിച്ചത്? ഡാനിയൽ ഫാരൻഹീറ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 312 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ആബ്സലൂട്ട് സീറോ -459.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഡിവിഷൻ എത്ര എണ്ണം ഉണ്ട്? 180 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അടുത്തതിലോട്ട് പോകാമല്ലോ. നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? സെൽഷ്യസ് പഠിച്ചു, ഫാരൻഹീറ്റ് പഠിച്ചു. അടുത്ത എന്താ? കെൽവിൻ ആണല്ലേ. കെൽവിനാണ് നമുക്ക് പഠിക്കാനുള്ള. കണ്ടുപിടിച്ച ആരാ? ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ച. ആരാടാ? ലോർഡ് കെൽവിൻ. ഇൻവെന്റഡ് ബൈ ലോർഡ് കെൽവിൻ. അദ്ദേഹത്തിൻ്റെ പേര് നൽകി ആദരിക്കുകയാണ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ. എവിടെയാണ് നമ്മൾ പൊതുവേ ഇത് ഉപയോഗിക്കാറുള്ളത്? നിങ്ങൾ +1-ലും +2-ലും 10th-ലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നെ ഡിഗ്രി പഠിച്ചവർ അതിനും പഠിച്ചിട്ടുണ്ടാവും. കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിച്ചവർക്ക് അറിയാമായിരിക്കും. നമ്മൾ കെൽവിൻ സ്കെയിലാണ് കൂടുതലായി നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഡിഗ്രി സെൽഷ്യസിനോ ഫാരൻഹീറ്റിനോ പകരം നമ്മൾ സയൻസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് SI യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്താ? കെൽവിൻ സ്കെയിലാണ് അല്ലേ. കെൽവിൻ സ്കെയിലാണ്. അത് ഇൻവെന്റ് ചെയ്ത ആരാണ്? ലോർഡ് കെൽവിൻ ആണ്. ഓക്കെ ആണോ? അപ്പം ഇൻവെന്റഡ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എന്താണ് പഠിച്ചത്? അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് പഠിക്കും. പിന്നെന്താ? ലോവർ ഫിക്സ് പോയിന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ് പഠിക്കും. പിന്നെന്താ? ആബ്സലൂട്ട് സീറോ പഠിക്കും. ടോട്ടൽ ഡിവിഷൻ പഠിക്കും. ഇങ്ങനെ 5 എണ്ണമാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അല്ലടാ. അപ്പോൾ അടുത്ത എന്താ? നമ്മൾ അടുത്ത് നോക്കാനുള്ളത് എന്താ? ബോയിലിംഗ് പോയിന്റ്. എന്തോന്നാണ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ കെൽവിൻ സ്കെയിൽ എത്രയാടാ? 373.15 കെൽവിൻ ആണ്. ഓക്കെ ആണോ? 373.15 കെൽവിൻ ആണ് കെൽവിൻ സ്കെയിലിൽ വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ. ഓക്കെ ആണോ? വെള്ളം തിളയ്ക്കുന്നതാണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ കാര്യമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. വാട്ടറിൻ്റെ കാര്യമാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളം തിളയ്ക്കാനുള്ള കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എത്രയാണ്? 373.15 കെൽവിൻ. അങ്ങനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് അഥവാ അപ്പർ ഫിക്സ് പോയിന്റ് പഠിച്ചു. അടുത്ത എന്താണ്? അതെ, ലോവർ ഫിക്സ് പോയിന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ്. ലോവർ ഫിക്സ് പോയിന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ് എത്രയാടാ? 273.15 കെൽവിൻ. എത്രയാണ്? 273.15 കെൽവിൻ. എങ്ങനെയാ? ഇതാണ് തെർമോമീറ്റർ എന്ന് സങ്കല്പിക്കുക. അപ്പർ ഫിക്സ് പോയിന്റ് ഇവിടെ എത്ര വരും? 373.15 കെൽവിൻ. ലോവർ ഫിക്സ് പോയിന്റ് ഏറ്റവും താഴെ എത്ര വരോടാ? 273.15 കെൽവിൻ വരും. ഓക്കെ അല്ലേ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലോർഡ് കെൽവിൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. ബോയിലിംഗ് പോയിന്റ് പഠിച്ചു. ഫ്രീസിംഗ് പോയിന്റ് പഠിച്ചു. അടുത്ത നമ്മൾ എന്താ പഠിക്കുന്നത്? പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി 0 ആവുന്ന ടെമ്പറേച്ചർ അഥവാ എന്താണ് ആ ടെമ്പറേച്ചർ? എന്താണ് ആ ടെമ്പറേച്ചർ? ആബ്സലൂട്ട് സീറോ. ആബ്സലൂട്ട് സീറോ. ആബ്സലൂട്ട് സീറോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വരുന്നത് എവിടെ നിന്നാണ്? 0 കെൽവിനിൽ നിന്നാണ്. ആബ്സലൂട്ട് സീറോ എവിടെ നിന്നാണ് വരുന്നത്? 0 കെൽവിനിൽ നിന്നാണ് ഈ കോൺസെപ്റ്റ് തന്നെ ഉണ്ടായത്. 0 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഒരു വസ്തുവിലെ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി 0 ആവുന്നത്. ഓക്കെ ആണ്? എൻ്റെ ശരീരത്തിലെ ചെറിയ ചെറിയ ആറ്റംസിനകത്ത് വരുന്ന വസ്തുക്കൾ. എൻ്റെ ശരീരം ഒന്നും എടുക്കണ്ട, നമുക്ക് ഈ പേന എടുക്കാം. ഈ പേനയ്ക്കകത്ത് ആറ്റം കാണും അല്ലേ. നമ്മൾ എന്തിനാ എയർ എടുക്കാം? എയറിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്, ആറ്റങ്ങളുണ്ട് ഇല്ലേ. അതിനകത്ത് എന്താ? പോസിട്രോണ്, ന്യൂട്രോണ്,
ഇലക്ട്രോൺ എല്ലാം ഉണ്ടല്ലേ. അപ്പം ഈ ചെറിയ ചെറിയ കണികകൾ അതിൻ്റെ എല്ലാം വെലോസിറ്റി 0 ആവുന്ന ടെമ്പറേച്ചർ ഏതാ? 0 കെൽവിൻ. ഏതാണ്? 0 കെൽവിൻ. ഇതാണ് ബേസ് വെച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റേ 2 സ്കെയിലിലും പറയുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ 3 സ്കെയിൽ വരച്ച് പഠിക്കും. അപ്പോൾ ഇപ്പോൾ നോക്കുക, ആബ്സല്യൂട്ട് 0, അതായത് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾസ് ഓഫ് എ ഒബ്ജക്റ്റ് എന്താ 0 ആവുന്ന ടെമ്പറേച്ചർ, അതാണ് എന്തെന്ന് വിളിക്കുന്നത്? ആബ്സല്യൂട്ട് 0 എന്ന് വിളിക്കുന്നത്. കെൽവിൻ സ്കെയിലിലെ 0 കെൽവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആബ്സല്യൂട്ട് 0 എന്ന് വിളിക്കുന്നത്. ആബ്സല്യൂട്ട് 0 പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എത്രയാ നമുക്ക് പഠിക്കേണ്ടത്? എന്താടാ പഠിക്കേണ്ടത്? പറഞ്ഞേ. ടോട്ടൽ ഡിവിഷൻ ആണല്ലേ. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? അപ്പർ ഫിക്സ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ് പോയിന്റ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇത് തമ്മിലുള്ള ഡിവിഷനുകളുടെ എണ്ണം. അപ്പർ ഫിക്സ് പോയിന്റ് എത്രയാ? 373.15 കെൽവിൻ. ലോവർ ഫിക്സ് പോയിന്റ് എത്രയാ? 273.15 കെൽവിൻ. ഇതിൻ്റെ ഇടയിൽ എത്ര ഡിവിഷൻ വരും? നിങ്ങളൊന്ന് പറഞ്ഞേ, എത്ര ഡിവിഷൻ വരും? 373.15 കെൽവിൻ മൈനസ് 273.15 കെൽവിൻ എത്രയാ? 100 ഡിവിഷൻ വരും. എത്ര വരോടാ? 100 ഡിവിഷൻ വരും അല്ലേ. ടോട്ടൽ ഡിവിഷൻസ് എത്രയാടാ? എത്ര വരോടാ? ടോട്ടൽ ഡിവിഷൻസ് എത്ര വരും? 100. ഓക്കെ അല്ലേടാ. അപ്പം എന്തൊക്കെ പഠിച്ചു നമ്മൾ? ആദ്യം ഇൻവെൻറ്റ് ചെയ്ത ആളാരാണെന്നാണ് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്ന. ആരാണ്? ലോർഡ് കെൽവിൻ ആണ്. പിന്നെ അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് പഠിക്കും, ഫ്രീസിംഗ് പോയിന്റ് പഠിക്കും, ആബ്സല്യൂട്ട് 0 പഠിക്കും. പിന്നെന്താ പഠിക്കുന്നത്? ടോട്ടൽ ഡിവിഷൻ എത്രയാണെന്ന് പഠിക്കും. എത്രയാ? 100 ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആബ്സല്യൂട്ട് 0 അത് എവിടെ നിന്നാണ്? 0 കെൽവിനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിൽ നിന്നാണ് ബാക്കിയുള്ള സ്കെയിലുകളിലേക്ക് പോകുന്നത്. നമ്മൾ 3 സ്കെയിലും ഇനി കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. എളുപ്പത്തിന് വേണ്ടി കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. പഠിക്കാം. ഓക്കെ ആണോടാ? നമ്മൾ അടുത്ത 3 സ്കെയിലും കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവുകയാണാടാ. ഞാൻ എന്താ 3 സ്കെയിൽ ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. 1, 2, 3 സ്കെയിൽ ഞാൻ വരച്ചു. ഓക്കെ ആണോ? 1, 2, 3 സ്കെയിൽ വരച്ചു. നമ്മൾ ആദ്യത്തെ തന്നെ ഞാൻ ഡിഗ്രി സെൽഷ്യസ് എന്ന് കൊടുക്കുന്നു. എന്തെന്ന് കൊടുക്കുന്നതാ? ഡിഗ്രി സെൽഷ്യസ് എന്ന് കൊടുക്കുന്നു. അടുത്തത് എന്താ? നമ്മുടെ ഫാരൻ ഹീറ്റ് ആണ്. അതിൻ്റെ എന്താ? എഫ് ആണല്ലേ. അടുത്തത് എന്താ? കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിൽ എത്രയാടാ? കെ ആണല്ലേ. കെൽവിൻ സ്കെയിൽ കെ അല്ലേ കാണിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ CFK അറിയാലോ ഏതൊക്കെയാണ്. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഇത് ഫാരൻ ഹീറ്റ്, ഇത് കെൽവിൻ സ്കെയിൽ. ഓക്കെ ആണോ? അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏറ്റവും ലോവർ ലിമിറ്റ് അല്ലേ. ഏറ്റവും ലോവർ ലിമിറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ലോവർ ഫിക്സ് പോയിന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ്. ഏതാടാ? ഫ്രീസിംഗ് പോയിന്റ് എത്രയാ? ഡിഗ്രി സെൽഷ്യസിലെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാടാ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണടാ? 0 ഡിഗ്രി സെൽഷ്യസ്. എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് അഥവാ അപ്പർ ഫിക്സ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് അഥവാ അപ്പർ ഫിക്സ് പോയിന്റ് എത്രയാടാ? എത്രയാ? 100. എത്രയാടാ? 100 ഡിഗ്രി സെൽഷ്യസ്. എത്രയാടാ? 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ആണല്ലോടാ. ഓക്കെ ആണല്ലോ. അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണോ? ഇനി നമ്മൾ അതിൽ വേറൊരു കാര്യം പഠിച്ചു. എന്താ അത്? ആബ്സല്യൂട്ട് 0. ആബ്സല്യൂട്ട് 0 എത്രയാ? ആബ്സല്യൂട്ട് 0 ഡിഗ്രി സെൽഷ്യസിനും താഴെ എത്രയാ അത്? ആബ്സല്യൂട്ട് 0 എത്രയാണ്? -273.15 എത്രയാ? ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. ഓക്കെ ആണോ? ഇതാ 3 കാര്യങ്ങൾ പഠിച്ചില്ലേ. ഇനി ഇതിന്റെ ടോട്ടൽ ഡിവിഷൻ എത്ര ഉണ്ട്? അതാ ഇവിടെ നോക്കിയേ. ഇവിടെ നോക്കിയേടാ. ലോവർ ഫിക്സ് പോയിന്റ് എത്രയാ? 0 ആണ്. ഇവിടെ നിന്ന് 100 വരെ എത്ര ഡിവിഷൻസ് ഉണ്ടാവോടാ? നമ്മൾ പഠിച്ചു. എത്ര ഡിവിഷൻ ഉണ്ടാവോടാ? ഇവിടെ 100 ഡിവിഷൻസ് ഉണ്ടാവും. എത്ര എണ്ണം ഉണ്ടാവോടാ? 100 ഡിവിഷൻസ് ഉണ്ടാവും. ഓക്കെ ആണ്. അതാ ഇവിടെ നിന്ന് ഇതുവരെയാണ്. പൊതുവേ നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താ ഒരു തെർമോമീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ 100 ഡിഗ്രി സെൽഷ്യസ്, താഴെ എന്തായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഡിവിഷൻസ് എത്രയാടാ? അതിൻ്റെ ഇടയിൽ വരുന്ന ഡിവിഷൻസ് എത്രയാണ്? 100 ഡിവിഷൻസ് ആണ് വരുന്നത്. എത്രയാടാ? 100 ഡിവിഷൻസ് ആണ് വരുന്നത്. ഓക്കെ ആണോ? ഇനി നോക്കിയേടാ. എന്താ പറയുന്നത് നമ്മൾ? ഫ്രീസിംഗ് പോയിന്റ് അഥവാ ലോവർ ഫിക്സ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പർ ഫിക്സ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിനിടയിൽ വരുന്ന ഡിവിഷൻസ് എത്രയാണ്? 100 ആണ്. താഴെ ആബ്സല്യൂട്ട് 0 എത്രയാടാ? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണോടാ? അടുത്തത് നമ്മൾ ഡിഗ്രി സെൽഷ്യസ് വരച്ചു. അടുത്ത നമുക്ക് എന്താടാ വേണ്ടത്? ഫാരൻ ഹീറ്റ് ആണ് അല്ലേ വേണ്ടത്. ഫാരൻ ഹീറ്റിന്റെ ലോവർ ഫിക്സ് പോയിന്റ് എത്രയാടാ? എത്രയാ? 32. എത്രയാടാ? 32 ഡിഗ്രി എഫ്. അപ്പർ എത്രയാടാ? ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? എത്രയാണ്ടാ ബോയിലിംഗ് പോയിന്റ്? പറഞ്ഞേ. 212
ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ദാ അപ്പർ പോയിന്റ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, ലോവർ പോയിന്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. നമ്മളെ ആബ്സല്യൂട്ട് സീറോ എത്രയാണടാ? ആബ്സല്യൂട്ട് സീറോ -460 ഫാരൻഹീറ്റ് ആണ്. ഓക്കെ ആണോ? -460 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇനി നിങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ സ്കെയിൽ എത്ര വരും? അപ്പർ പോയിന്റിൽ നിന്ന് ലോവർ പോയിന്റ് ഫിക്സ് പോയിന്റ് മൈനസ് ചെയ്താൽ പോരെ? ഇതിൻ്റെ ഇടയിലുള്ള ഡിവിഷൻ എത്ര വരോടാ? 212 -32 എത്ര കിട്ടും? 180. അപ്പോൾ ടോട്ടൽ ഡിവിഷൻ എത്രയാടാ? 180. ഇവിടുത്തെ ടോട്ടൽ ഡിവിഷൻ എത്രയാടാ? 180. ഓക്കെ ആണോ? അതാ ഇവിടെ നോക്കിയേ, ഡിഗ്രി സെൽഷ്യസിൽ എത്രയാ? 100 ആണ്. ഇവിടെ എത്രയാണ്? 180 ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത് കെൽവിൻ. പറഞ്ഞേ, കെൽവിൻ്റെ അപ്പർ പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 373.15 കെൽവിൻ അല്ലേ? അല്ലേടാ? 373.15 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലോവർ ഫിക്സ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ്, മറ്റൊരു പേരായ ഫ്രീസിംഗ് പോയിന്റ് എത്രയാടാ? 273.15 കെൽവിൻ ആണ്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ പറഞ്ഞ ഇതിൻ്റെ ഇടയിലുള്ള ഡിവിഷൻ എത്ര വരും? അപ്പർ പോയിന്റ് മൈനസ് ലോവർ പോയിന്റ് എത്ര കിട്ടും? സിമ്പിൾ അല്ലേ? 373.15 മൈനസ് 273.15 എത്ര കിട്ടുമോടാ? എത്ര കിട്ടും? അതെ, 100 ഡിവിഷൻ കിട്ടും. എത്ര കിട്ടോടാ? 100 ഡിവിഷൻ കിട്ടും. ഇനി ഇങ്ങോട്ട് നോക്കിയേടാ നിങ്ങൾ, 100 ഡിവിഷൻ സെൽഷ്യസിലും 100 ഡിവിഷൻ എന്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ? ഫാരൻഹീറ്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഫാരൻഹീറ്റിൽ എത്രയാണ്? 180, 180 ഡിവിഷൻ ഉണ്ട്. ഇനി നമുക്കിവിടെ ഒരു കാര്യം നോക്കേണ്ടതുണ്ട്, പ്രധാനപ്പെട്ടതാ. എന്താ അത്? ആബ്സല്യൂട്ട് സീറോ ഇൻ എന്താ കെൽവിൻ സ്കെയിൽ എത്രയാണ്? 0 കെൽവിൻ. എത്രയാണടാ? 0 കെൽവിൻ. ഓക്കെ ആണോ? എത്രയാണ്? 0 കെൽവിൻ. ഇനി നോക്കിയടാ, നോക്കിക്ക്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ആബ്സല്യൂട്ട് സീറോയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് നോക്കി. ഇത് വേണ്ട, ഈ രണ്ട് സ്കെയിലുകളും വെച്ച് നിങ്ങൾ നോക്കി. കെൽവിൻ സ്കെയിലും നമ്മുടെ എന്താ ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ നോക്കിയേ. ഇവിടെ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ. ഇവിടെ എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്. അത് മനസ്സിലാവാ. ഇങ്ങോട്ട് നോക്കിയാൽ എന്താ നമ്മുടെ ഡിഗ്രി സെൽഷ്യസിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഇവിടെ എത്രയ്ക്ക് തുല്യമാണ്ട്രാ? 273.15 കെൽവിന് തുല്യമല്ലേ? അതായത് ഇതെല്ലാം നമ്മൾ എന്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്? വാട്ടറിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് അല്ലേ? വാട്ടർ ഫ്രീസ് ആവുന്ന പോയിന്റുകളാണ് ഈ ലോവർ ലിമിറ്റ്. ഇതാ ഈ ഇച്ചിരിക്കുന്ന 3 എണ്ണവും വാട്ടർ ഫ്രീസ് ആവുന്ന ടെമ്പറേച്ചറാണ്. 0 സ്കെയിൽ, അതായത് ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ 0 എന്ന് പറയുന്ന പോയിന്റ്, ഇതാ ഈ പോയിന്റ് 0 എന്ന് പറയുന്ന പോയിന്റിലെത്തപ്പോൾ വെള്ളം എന്ത് ചെയ്യും? ഫ്രീസ് ആവും. പക്ഷേ കെൽവിൻ സ്കെയിലിൽ എത്രയാ? അത് 273.15 എത്തപ്പോഴാണ് എന്താവുന്നതാടാ? വാട്ടർ ഫ്രീസ് ആവുന്നത്. ഓക്കെ അല്ലേ? ഇവിടുത്തെ 0 എന്ന് പറയുന്നത് കെൽവിനിൽ എത്രയാണ്ട്രാ? 273.15 കെൽവിനാണ്. ഓക്കെ അല്ലേ? ഇവിടുത്തെ 0 എന്ന് പറയുന്നത് 273.15 കെൽവിനാണ്. അതായത് ഇവിടുത്തെ 0-ൽ നിന്നല്ല തുടങ്ങുന്നത്. ഇവിടെ എന്തല്ലാ തുടങ്ങുന്നത്? 273 തുടങ്ങുന്നത്. പക്ഷെ ഇവിടെയോടാ 0-യിലാണ് തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ എന്തിലാ തുടങ്ങുന്നത്? 0-യിലാണ് തുടങ്ങുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മനസ്സിലായോടാ? ഇവിടെ 0 ആണ്. ഓക്കെ അല്ലേ? ഇവിടെ 0 ആണ്. ആബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് എത്രയാ? 0 കെൽവിൻ ആണ്. ആബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് എത്രയാണ്? 0 കെൽവിൻ ആണ്. ഇവിടെ 0 273. ഇവിടെ താഴോട്ട് എത്ര ഡിവിഷൻ വരുന്നുണ്ട്? 0 തൊട്ട് ഇതുവരെ എത്ര വരുന്നുണ്ടാ? 273.15 ഡിവിഷനുകൾ വരുന്നില്ലേ? ഇത്രയും ഡിവിഷൻ താഴോട്ട് വരുന്നില്ലേ? എന്നാലല്ലേ നമുക്ക് ഇത് അളക്കാനൊക്കെ ഉള്ളൂടാ? ആബ്സല്യൂട്ട് 0 അളക്കാനൊക്കത്തുള്ളൂ അല്ലേ? ആ സാധനം ഇവിടെ നിന്ന് താഴോട്ട് വന്നാൽ പോരെ? 0 ആണ്, നിങ്ങൾക്കറിയാം. ഇതിന് മേളിലോട്ടെല്ലാം പോസിറ്റീവ് 0, പിന്നെ അതിന് താഴോട്ട് വരുന്നതെല്ലാം നെഗറ്റീവ് അല്ലേ? നെഗറ്റീവാണ്. നെഗറ്റീവ് എത്ര ഡിവിഷൻ വരണം? നെഗറ്റീവ് എത്രയാണ്? എത്ര വരണോടാ? 273.15. ഇത്രയും ഡിവിഷൻ താഴോട്ട് വരുന്നു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞു തരാത്ത നോക്കിയടാ. നമ്മൾ ഇവിടെ വെള്ളം
ഫ്രീസ് ആവുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അതായത് ലോവർ ഫിക്സ് പോയിന്റ്. ആ ലോവർ ഫിക്സ് പോയിന്റ് ആണ് ഇവിടെ എത്രയാ? 273.15 കെൽവിനാണ്. 0 അല്ല, അവിടെ 273 തുടങ്ങുന്നത്. അത് തൊട്ട് 0 വരെ എത്താൻ കെൽവിൻ സ്കെയിലിൽ 273 തൊട്ട് 0 വരെ എത്താൻ എത്ര ഡിവിഷൻ ഉണ്ടോ? 273.15 ഡിവിഷനുകളുണ്ട് ഇല്ലയോ? 273.15 ഡിവിഷനുകളുണ്ട്. അത്രയും ഡിവിഷൻ താഴോട്ട് വന്നാലേ നമ്മൾ എന്ത് കിട്ടുള്ളൂ? ആബ്സല്യൂട്ട് 0യിൽ എത്തത്തുള്ളൂ. അപ്പോൾ എത്രയും ഡിവിഷൻ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ നിന്ന് താഴോട്ട് വരണ്ടേ? ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അവിടെ എത്ര ഡിവിഷൻ നമ്മൾ താഴോട്ട് വരണം ആബ്സല്യൂട്ട് 0യിൽ എത്താൻ? അതെ, 273.15 ഡിവിഷൻ താഴോട്ട് വന്നാലേ നമ്മൾ എന്തിലെത്തത്തുള്ളൂ? ആബ്സല്യൂട്ട് 0യിൽ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്തായതറ? -273.15 ഡിഗ്രി സെൽഷ്യസ് ആയത്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേടാ? എന്താ ഇവിടെ നിന്ന് 0 വരെ വരാൻ 273.15 ഡിവിഷനുകൾ താഴോട്ട് വരണം. അതായത് 0 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റിൽ നിന്ന് ആബ്സല്യൂട്ട് 0 കെൽവിൻ സ്കെയിലിലെ ആബ്സല്യൂട്ട് 0 ആയ 0 ഡിഗ്രി കെൽവിനിലോട്ട് താഴോട്ട് വരാൻ 273.15 ഡിവിഷൻ താഴോട്ട് വരണം. വേണ്ടേടാ? എത്ര വരണോടാ? 273.15 ഡിവിഷൻ താഴേക്ക് വരണം. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. എത്രയാ? നമ്മളെ ലോവർ ഫിക്സ് പോയിന്റ് ആയ 0യിൽ നിന്ന് നമ്മൾ എത്ര ഡിവിഷൻ താഴോട്ട് വന്നു? 273.15 ഡിവിഷൻ താഴോട്ട് വന്നു. 0യിൽ നിന്ന് താഴോട്ട് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? മൈനസ് ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആദ്യം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? കെൽവിൻ സ്കെയിലിലെ ആബ്സല്യൂട്ട് 0 ആണ് ആദ്യമായി ഉണ്ടായത്. ഓക്കെ ആണോടാ? സിമ്പിളാണ്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പർ ഫിക്സ് പോയിന്റ് അഥവാ ബോയിലിംഗ് പോയിന്റ് പഠിക്കണം, ലോവർ ഫിക്സ് പോയിന്റ് അഥവാ ഫ്രീസിംഗ് പോയിന്റ് പഠിക്കണം, ടോട്ടൽ ഡിവിഷനുകൾ പഠിക്കണം, പിന്നെ ആബ്സല്യൂട്ട് 0 പഠിക്കണം. വേണ്ടേടാ? ആബ്സല്യൂട്ട് 0യും പഠിക്കണം. ഓക്കെ അല്ലേ? ആബ്സല്യൂട്ട് 0 നമ്മൾ എങ്ങനെയാണ് ഡിവിഷൻ കണ്ടുപിടിക്കുന്നത്? അപ്പർ ഫിക്സ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ് പോയിന്റ്. അപ്പർ ഫിക്സ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സ് പോയിന്റ് ആണ് എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മൾ ഡിവിഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ആബ്സല്യൂട്ട് 0 എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? ആബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലാണ് നമ്മൾ തുടങ്ങുന്നത്. 0 ഡിഗ്രി കെൽവിനിലാണ് തുടങ്ങുന്നത്. എങ്ങനെയാ? ഇവിടെ 273.15 ആണ് നമ്മളെ 0 ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിന് തുല്യമായ സ്കെയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഡിവിഷൻ താഴോട്ട് പോകുന്നതാ? 273.15 ഡിവിഷൻ താഴോട്ട് പോകുന്നുണ്ട്. ഓക്കെ ആണോ? ഇവിടെ ഫാരൻഹീറ്റിൽ എന്തുകൊണ്ട് അങ്ങനെ വരുന്നില്ല എന്നുള്ള ചോദ്യം നമ്മൾ അടുത്ത സ്കെയിൽ കൺവേർഷനിൽ പഠിക്കും. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക. വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ്, ഒരു ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ 1 ഡിഗ്രി സെൽഷ്യസിൽ വ്യത്യാസം വരികയാണ്. ഒരു സ്കെയിലിൽ, ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്നില്ല, അത് വിട്ട് ഒരു സ്കെയിലിൽ നമുക്കിനി ഒരു ചോദ്യം നോക്കാം. ഉദാഹരണത്തിന് 5 ഡിഗ്രി സെൽഷ്യസ് ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ കൂടി. അങ്ങനെയാണെങ്കിൽ അതേ സ്ഥലത്തെ ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്ര ഡിവിഷൻ വ്യത്യാസം വരും? കൂടുകയാണ്. എത്ര ഡിവിഷൻ കൂടും എന്നാണ് നമ്മളെ ചോദ്യം. നമുക്കറിയാം 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 1.8 ഫാരൻഹീറ്റ്, ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ് അല്ലേ? അപ്പം 5 ഡിഗ്രി സെൽഷ്യസ് കൂടി. അപ്പം സ്വാഭാവികമായിട്ട് ഫാരൻഹീറ്റിൽ എത്ര കൂടണോടാ? 5 × 1.8. 5 × 1.8 എത്രയാടാ? 5 × 1.8 എത്രയാണ്? പറഞ്ഞ് നിങ്ങളൊന്ന് ചെയ്തിട്ട് പറഞ്ഞ് എത്രയാടാ? അതെ, 9 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടും. എത്ര കൂടോടാ? 9 ഡിഗ്രി ഫാരൻഹീറ്റ്. എളുപ്പമല്ലേ? വളരെ എളുപ്പമാണ്. ഡിഗ്രി സെൽഷ്യസിൽ എത്ര കൂടുന്നോ അതിൻ്റെ കൂടെ 1.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയിൽ കൂടും? ഫാരൻഹീറ്റിൽ കൂടും. ഓക്കെ അല്ലേ? ഇനി ഡിഗ്രിയും കെൽവിനുമാണ് കൺവേർട്ട് ചെയ്യാമെങ്കിൽ 5 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതിയടാ? 5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എത്ര കൂടുന്നോ, സെൽഷ്യസും കെൽവിനും എത്രയാ? ഡിഗ്രി സെൽഷ്യസിൽ എത്ര കൂടുന്നോ കുറയുന്നോ അതേപോലെ തന്നെയാണ് കെൽവിനിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഇവിടെ 5 ഡിഗ്രി സെൽഷ്യസ് കൂടുകയാണെങ്കിൽ കെൽവിനിൽ എത്ര കൂടും? 5 കെൽവിൻ കൂടും. ഓക്കെ അല്ലേടാ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.